എൻ്റെ ബോഡിൻ്റെ എമൗണ്ട് ഓഫ് എൻ്റെ വോളിയം കമ്പാരിറ്റീവ്ലി ഇപ്പം ഞാൻ നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ജസ്റ്റ് ഇമാജിൻ വോളിയം വലുതായിരുന്നു, പ്രൊപ്പോർഷൻ ഞാൻ പറഞ്ഞില്ലേ ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നൊരു ബോഡി ഇതിൽ അത് സൈസ് വൈസിൽ ആണ് മെയിൻലി അവിടെ വിൻ ചെയ്ത് വന്ന്. പിന്നെ പ്രൊപ്പോർഷൻ എല്ലാ മസിലും ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ഇല്ലെന്നാലും ഓൾമോസ്റ്റ് ഇനിയും ഒരുപാട് മസിൽ ബിൽഡ് ചെയ്ത് എടുക്കാനുണ്ട്. പ്രൊഫഷണലായിട്ട് ഞാൻ പറഞ്ഞ പ്രോ മത്സരത്തിന് മുമ്പ് ഇനിയും എമൗണ്ട് ഓഫ് മസിൽ ആഡ് ചെയ്യണം നമ്മൾ. ചേട്ടൻ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന് തൊട്ട് മുമ്പ് വരെ, അല്ലെങ്കിൽ ഇപ്പം സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് വരെ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഫുഡ് നമ്മൾ വാട്ടർ ഇൻടേക്ക് കൂടുതൽ പറ്റില്ല, പക്ഷെ വാട്ടർ എടുക്കാം നമുക്ക് ചെറിയ എമൗണ്ടിൽ ആ സെയിം ഡേ വരെ. വെള്ളം കുടിക്കാൻ പാടില്ല, വെള്ളം അതൊക്കെ ഈ പഴയ മെത്തേഡിലുള്ളതാണ്. വാട്ടർ എടുക്കാം ശരിക്കും. അന്നും ഞങ്ങൾ വാട്ടർ എടുക്കും ഓരോ മീലിൻ്റെ കൂടെ ഇത്ര ഒരു 50 ml 100 ml വാട്ടർ എന്തായാലും എടുക്കാറുണ്ട്. സാധാരണ തലേ ദിവസം വരെ ഫോളോ ചെയ്ത ഡയറ്റ് തന്നെയാണ് അന്നത്തെ ദിവസം ഫോളോ? ഇച്ചിരി പ്രോട്ടീൻ്റെ എമൗണ്ട് കുറക്കും. പ്രോട്ടീൻ എമൗണ്ട് 150 ഗ്രാമിലോടുത്ത് 90, 80, 70 ഗ്രാം അങ്ങനെ എടുക്കും. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഇച്ചിരി കൂട്ടും. നമ്മൾ ഓഫ് സീസൺ എടുത്ത അതേ കാർബോ ലോഡിങ് 250 ഗ്രാം റൈസ് അങ്ങനെയൊക്കെ വരും. ഫാറ്റ്സ് ആണെങ്കിലും ഇച്ചിരി ചെറിയ എമൗണ്ട് ഓഫ് വരുള്ളൂ ഫാറ്റ്സ്. ഇപ്പോൾ കറക്റ്റായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടൈറ്റിൽ വിന്നറൊക്കെ ആയി അതിനുശേഷം ഈ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമോ അതോ എന്തെങ്കിലും ഒരു? ഇപ്പോൾ മെയിൻ്റെനൻസ് കാലറി എൻ്റെ ഡിഫറെൻ്റ് ആണ്. മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്തുള്ള ഫുഡിൻ്റെ സ്റ്റൈൽ എമൗണ്ട് നമ്മൾ കുറച്ച് ഡിഫറെൻ്റാണ്. ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു 400 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, 100 ഗ്രാം ഫാറ്റ്. മറ്റത് നമ്മൾ 30-40 ഗ്രാം ഫാറ്റ്സ് ചെയ്യുന്നു പീക്ക് വീക്കിൽ വന്ന്. പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നന്നായിട്ട് കുറയും. ഒരു 30 ഗ്രാമിൽ വെക്കും. ഇപ്പം 100 ഗ്രാം ഫാറ്റ്സ്, 400 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, പിന്നെ 200 ഗ്രാം പ്രോട്ടീൻ വരും. ഇതിൽ എപ്പോഴും ചെറിയ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അത് ഓരോ ആൾക്കാരുടെ ബോഡി അനുസരിച്ചാണല്ലോ. നമ്മളെ റിക്വയർമെന്റ്സ് എന്താണോ പീക്ക് വീക്ക് ഇൻ സീസൺ ഓഫ് സീസൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എടുക്കുന്ന മെറ്റീരിയൽ സെയിം, അതിൽ ചെറിയ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ ഇവിടത്തേക്ക് വർക്കൗട്ട് രീതികളൊക്കെ നല്ലതാണ്, അതായത് ആ ഒരു പാറ്റേൺ കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ഫോളോ ചെയ്യുന്നതൊക്കെ? ഇവിടുത്തെ ഷെഡ്യൂൾ ഇപ്പോഴും എന്താ പറയുക ഒരേ ഫോഴ്സിൽ മാക്സിമം ഒരേ ഫോഴ്സിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇവിടുത്തെ വർക്കൗട്ട് മെത്തേഡൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണോ പോകുന്നത് അതോ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നൊക്കെ ചേട്ടന് തോന്നിയിട്ടുണ്ട്? ആ ഒരു ചേഞ്ചസ് തന്നെ ഈ വർഷം എന്നിൽ കണ്ട ചേഞ്ച്. ഞങ്ങൾ ഈ എന്താ പറയുക ഷെഡ്യൂൾ പർച്ചേസ് ചെയ്ത് അത് എല്ലാവർക്കും നല്ലതാണത്. പ്രൊഫഷണലായിട്ട് പോകുന്നവർക്ക് നല്ലൊരു കോച്ച് എന്തായാലും ഹയർ ചെയ്യൽ നിർബന്ധമാണത്. അത് പുറത്തുള്ള ആൾക്കാരാട്ടോ. അത് നമ്മ ലക്ഷങ്ങൾ ചിലവാണത്. പലപ്പോഴായിട്ട് ഇപ്പം ബ്ലാക്ക് ഫ്രൈഡേ ഓഫറൊക്കെ വരുമ്പം ചിലപ്പോൾ അവർ 50%-ലൊക്കെ തരും. എന്നാലും 1 lakh 2 lakh 3 lakh അങ്ങനെ എന്തായാലും ഞങ്ങൾ കൊടുത്ത് അങ്ങനെ പർച്ചേസ് ചെയ്യും. പല ഷെഡ്യൂളുകളായിട്ട് 6 lakh ഒക്കെ ചില ഷെഡ്യൂളിൻ്റെ റേറ്റ് ഉണ്ട്. നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത അത് ഈ ഒന്നിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഓരോ ഒരു ഷെഡ്യൂൾ അവർ ഇൻ സീസണിൻ്റെ ഇത്ര റേറ്റ് വരും, ഓഫ് സീസണിൻ്റെ ഇത്ര റേറ്റ് വരും, പീക്ക് വീക്കിൻ്റെ ഇത്ര റേറ്റ് വരും. അവർ റേറ്റ് ഫിക്സ് ചെയ്യും. ഫോറിനേഴ്സ് അവർ റിസർച്ച്ഡ് ഷെഡ്യൂൾസാണ്. അങ്ങനെ അവരുടെ അങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? അതെ അതെ. അത് നമുക്ക് പീരീഡ് ഓഫ് ടൈം വർക്കൗട്ടിന്റെ ടൈമും ഭയങ്കര ലെസ്സാണ്. ലിമിറ്റഡ് വർക്കൗട്ടുകൾ മാക്സിമം റിസൾട്ട്. അതെ, അപ്പൊ ഇത് കണ്ട പോലെ മാക്സിമം റിസൾട്ട്. അതിനകത്ത് ഇതുപോലെ പിന്നെ റിക്കവറി ഭയങ്കര ഇമ്പോർട്ടൻസ്. അതിനകത്ത് ഭയങ്കര ചേഞ്ചസ് കിട്ടുന്നുണ്ട്. എനിക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ. മറ്റേത് നമ്മൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മസിൽസിന് തന്നെ 5, 6, 7 വേരിയേഷൻസ് കൊടുക്കും. ഇത് മാക്സിമം 2, 3. ഇപ്പോൾ ബിഗ് മസിലാണെങ്കിൽ ലെഗ്സ് ഒക്കെ ആണെങ്കിൽ 4 വേരിയേഷൻസ്, ബാക്കും ചെസ്റ്റും ഒക്കെ ആണെങ്കിൽ 3, 2 വേരിയേഷൻസ്, ബൈസെപ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരൊറ്റ വേരിയേഷനൊക്കെ അല്ലെങ്കിൽ മാക്സിമം 2 വേരിയേഷൻസ്.
പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്യാം, വീക്ക്ലി സ്പ്ലിറ്റ് ചെയ്യാണ്. ഒരു ദിവസമല്ലത്, പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ വീക്ക് മസിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി നമ്മുടെ PT കാര്യങ്ങളൊക്കെ പേഴ്സണൽ ട്രെയിനിങ് ആയിട്ട് അങ്ങനെ പോകുന്നു. വർക്ക്ഔട്ട് മെത്തേഡ് നിങ്ങൾ പുറത്തുനിന്ന് അതെന്തായാലും നമുക്കൊരു എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയ ടൈം ഓഫ് വർക്കൗട്ട്, മാക്സിമം ഔട്ട്പുട്ട് അത് അനുഭവിച്ച ഒരാളായിരുന്നു സത്യത്തിൽ. പിന്നെ വർക്കൗട്ടിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ വെരി ഇമ്പോർട്ടൻസ് ആണ്. അങ്ങനെയാണ് പോകുന്നത്. വീട്ടിലൊക്കെ എങ്ങനെയാ സപ്പോർട്ട്? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. വൈഫ് ഫുഡെല്ലാം കറക്റ്റ് ചെയ്ത് തരും. നമുക്ക് ഒരേ ടേസ്റ്റിൽ തന്നെ ഫുഡ് പോകുമ്പോഴേ പെട്ടെന്ന് മടുത്തു പോകും. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ആവട്ടെ, മീറ്റ്, എഗ് വൈറ്റ്, ഫിഷ്, ഞാൻ എല്ലാം എടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ മീറ്റും ലാസ്റ്റ് പീക്ക് വീക്കിലെല്ലാം മീറ്റ് എല്ലാം എടുക്കും. ഈ ചിക്കൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എല്ലാം മിക്സ് ആയിട്ടുള്ള പ്രോട്ടീൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ, ഫാറ്റ്സ് ആണെങ്കിലും. അപ്പം അവർ തരുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് കംഫർട്ടബിളാണ്. വർക്കൗട്ട് വെരി കംഫർട്ടബിളാണ്, ഭയങ്കര കംഫർട്ടബിളാണ് വർക്കൗട്ട്. അപ്പോൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ വൈഫ് കറക്റ്റ് ആക്കി തരാറുണ്ട് അല്ലേ? ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചേട്ടൻ ഒരു ചെറിയൊരു എന്താ പറയാ വൈറലായിട്ടുണ്ടായിരുന്നു, ആനയുടെ പുറത്ത് വീഡിയോ. അതെങ്ങനെയായിരുന്നു ഉണ്ടായത്? പറയൂ ചേട്ടാ. അതെ, പട്ടാമ്പി നേർച്ചയ്ക്ക് ഫ്രണ്ട്സ് വിളിച്ചതാ. ഫ്രണ്ട്സിനൊക്കെ അവരെ ഓരോ ഏരിയ, ഓരോ ദേശം അവർ ഇത്ര 2 ആന 3 ആന ഇറക്കപ്പം അവർക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ട് അവര് എന്നെ വിളിച്ച് എനിക്കും തന്നെ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ ആനപ്പുറത്ത് കയറാം. പക്ഷെ ഭയങ്കര ടഫാണ് എന്നെ സംബന്ധിച്ച്. നമ്മൾ ഈ ആന ഓരോ മൂവ്മെന്റ് വെക്കുമ്പോഴും നമുക്ക് ഭയങ്കര ടഫാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഓക്കെ, പക്ഷെ ഞങ്ങൾ 3 കിലോമീറ്ററോളം ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആള് ഞാൻ നോക്കിയപ്പോഴത്തേനും ഒറ്റ രാത്രി കൊണ്ട് വൈറലായി. അടിപൊളി. പിന്നെ ഉള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഏത് ലെവലിലേക്കാണ് ഉദ്ദേശിക്കുന്നത്? ഇനി പ്രോ മത്സരങ്ങൾ ചെയ്യണം, ഭയങ്കര ആഗ്രഹമുണ്ട്. ഒളിമ്പ്യ ക്വാളിഫൈ റൗണ്ടാണത്. ഫസ്റ്റ് പ്രോ കാർഡ്, പിന്നെ പ്രോ ഷോ, പിന്നെ ഒളിമ്പ്യൻ്റെ 2-on-2 എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. അതിനകത്ത് സ്റ്റേജിൽ കയറാനൊരു ആഗ്രഹമുണ്ട്. എനിക്ക് അത് ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ, സത്യമായിട്ട് ഒരു ആഗ്രഹമുണ്ട്. പ്രതീക്ഷ നന്നായിട്ടുണ്ട്, കയറാൻ പറ്റുന്നുള്ള. കഴിഞ്ഞ പ്രാവശ്യത്തെ കോമ്പറ്റീഷനിൽ ആഗ്രഹിച്ച ആളുടെ ഒപ്പം മത്സരിക്കണം, ഇന്ന ആളുടെ ഒപ്പം മത്സരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഈ പ്രാവശ്യം അത് ചെയ്യാൻ പറ്റി. അപ്പൊ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ആ ഒരു സ്റ്റേജ് കയറണം എന്നാണ് ആഗ്രഹം. അടുത്ത വർഷം കൊണ്ടല്ലെങ്കിലും 1-2 വർഷം കൊണ്ട് ചെയ്യാം, 1-2-3 വർഷം കൊണ്ട് ആ സ്റ്റേജിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്.